ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എംബ്രോയ്ഡറി ആണ്. അപ്പോൾ വലിയ എംബ്രോയ്ഡറിയിൽ സിമ്പിളായിട്ട് ഒരു ടേബിളിൽ മാറ്റ്, ഞങ്ങളുടെ ഇവിടെ ചാപ്പലുണ്ട്, ചാപ്പലിൻ്റെ ഫ്രണ്ടിലുള്ള ടേബിളിൽ വിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു എംബ്രോയ്ഡറി. അപ്പോൾ ഒരു കുരിശ് വരച്ച് അതിനകത്ത് ലൈറ്റായിട്ട് ഒരു എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആഴ്ചയിൽ 3 ദിവസം വീഡിയോ ഇടും. തിങ്കളാഴ്ച കുക്കിംഗ്, ബുധനാഴ്ച ഗാർഡനിങ്, വെള്ളിയാഴ്ച തയ്യൽ, ക്രാഫ്റ്റ്, ക്രോഷേ, അങ്ങനെ ഓരോരാഴ്ച ഓരോന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യണേ. അപ്പം ഞാൻ ഈ പ്ലെയിൻ തുണിയിൽ നടുഭാഗത്തിൽ ചെറിയ ഒരു കുരിശ് വരച്ചിട്ടുണ്ട്. അത് ചാപ്പലിൽ ഇടാനായതുകൊണ്ട് വലിയ ഇതായിട്ടൊന്നുമല്ല, സിമ്പിളായിട്ടാണ് അത് പിന്നുന്നത്. അപ്പം നമ്മൾ എംബ്രോയ്ഡറി പിന്നാൻ അറിയാത്തവർ പോലും ഇത് പിന്നുന്ന എളുപ്പമാണ്. അപ്പോൾ ഏത് ഡിസൈനാണ് നമ്മൾ വരയ്ക്കുന്നത് അത് ഈ രീതിയിൽ പിന്നാവുന്നതേ ഉള്ളൂ. പൂ വരയ്ക്കാം, അല്ലാതെ എന്തെങ്കിലും ടെഡി ബെയറോ അങ്ങനെ വരച്ചിട്ടാണേലും പിന്നാം. ഞാനിപ്പം ഇത് സിമ്പിൾ പിന്നുന്ന മെത്തേഡ് മാത്രം കാണിക്കുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം സാധാ ഈ കൈത്തയ്യൽ തയ്ക്കുന്നതിൻ്റെ അതേ സെയിം മെത്തേഡിലാണ് ഞാൻ ഫോണിൽ തന്നെ വീഡിയോ എടുക്കുകയും തയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ചില സമയത്ത് ക്ലിയർ അല്ലാത്ത. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാൻ വിചാരിച്ചാലേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കിതറിയത്തില്ല, എനിക്ക് തയ്ക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തയ്ക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ചെയ്താലേ നമ്മളത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ എംബ്രോയ്ഡറി വലിയ ഇതായിട്ടൊന്നും തയ്ക്കുന്നില്ലെങ്കിലും സിമ്പിളായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സമയത്തിൽ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങ് തയ്ക്കുന്നേ ഉള്ളൂ. ഞാൻ തയ്യൽ പഠിച്ചതോ എംബ്രോയ്ഡറി പഠിച്ചതോ ക്രോഷേ പിന്നാനോ ഇതൊന്നും പോയി പഠിച്ച കാര്യമൊന്നുമല്ല. എന്നാലും ഇതെല്ലാം ഞാനൊന്ന് ശ്രമിച്ച് നോക്കുന്ന. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് യൂട്യൂബ് നല്ല യൂസാണ്. ഈ സിമ്പിൾ ഡിസൈൻ ഇതാർക്ക് വേണേലും പിന്നാൻ പറ്റുന്നതാണ്. നമ്മൾ ചുമ്മാ അങ്ങ് തയ്ച്ച് പോയാൽ മതി, വലിയ മെനക്കേടൊന്നുമില്ല. ആദ്യം പ്ലെയിൻ തുണിയിൽ ഒരു വര വരച്ചിട്ട് അത് തയ്ച്ച് പഠിച്ചാലും മതിയായിരിക്കും, സിമ്പിളായിരിക്കും. അപ്പം ഞാൻ ഒരു ക്രോസ് വരച്ചിട്ട് അതിൻ്റെ ബോർഡറും കൂടെ ഇതേ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ നൂല് മേടിക്കുമ്പം ഈ മിക്സ്ഡ് കളറുള്ള എംബ്രോയ്ഡറി നൂല് കിട്ടും. അതാകുമ്പോൾ ഇച്ചിരി കൂടെ വെറൈറ്റി ആയിരിക്കും. പ്ലെയിനായിട്ട് വരുമ്പോൾ അത്രയും ലുക്ക് വരത്തില്ല. എൻ്റെ കയ്യിൽ അങ്ങനത്തെ നൂലുണ്ടായിരുന്നതുകൊണ്ടാണ്. പിന്നെ ആഴ്ചയിൽ 3 ദിവസം വീഡിയോ ഇടുന്നെന്ന് പറയുന്നത് വീഡിയോ ഇടാൻ എളുപ്പമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഒത്തിരി പ്രോസസ്സാണ്. എന്നുവെച്ചാൽ ഞാൻ തന്നെ ഇത് ചെയ്യണം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടി വരുമ്പോഴത്തേക്ക് അടുത്ത പണി കിട്ടുന്നുണ്ട്. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമൻറ്റ്സ് അയക്കുകയോ ചെയ്താൽ എനിക്കത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അല്ലേ, നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്താലും അതേ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയുന്നത് കേൾക്കുമ്പം നമുക്ക് ഇച്ചിരി കൂടെ എൻകറേജ് ചെയ്തതുപോലെ ഒരു ഫീലിംഗ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും കമൻറ്റ്സ് അയക്കണേ. ഇഷ്ടപ്പെട്ടോ, അല്ലെ ക്ലിയർ ഇല്ല, അല്ലെ ഇനി എന്തോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും. ഇപ്പോൾ കുറേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, കമൻറ്റ്സ് ഒന്നും വരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളങ്ങ് ഡല്ലാകുമല്ലോ. ആ ഒരു ഫീലിംഗാണ് ഇപ്പോൾ എനിക്ക്. സോ പ്ലീസ് കാണുന്നവർ എന്തെങ്കിലും ഒരു റിപ്ലൈ തരണേ. ഇപ്പോൾ ക്രോസ് എല്ലാം തയ്ച്ച് കഴിഞ്ഞു. സൈഡ് ഞാൻ ഒരു ബോർഡർ പോലെ ഇതേപോലെ തയ്ക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി. ആദ്യം ക്രോസ് മാത്രം തയ്ച്ചപ്പോൾ ഒത്തിരി പ്ലെയിനായിട്ട് തോന്നിയത് കൊണ്ട് സൈഡ് ഇങ്ങനെ ബോർഡറായിട്ടും തയ്ച്ചു. അപ്പോൾ ഈ ക്രോസ് ഇങ്ങനെ സിമ്പിളായിട്ടിരുന്നത് അപ്പോൾ ഒരു ചെറിയ ഡിസൈൻ വെക്കാൻ പറഞ്ഞ് അപ്പോൾ സൈഡ് ഇച്ചിരി കൂടെ ഭംഗിയാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും കമൻസ് വായിക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.